ചെത്തിക്കളയും എന്നെ. മറ്റതില്ലേ പൂച്ച പൂച്ച ഏത് 1 2 3 3 തട്ടിയത്. 3 ഒന്നിനെ വെട്ടിക്കൊന്നു, മറ്റൊന്നിനെ ഓടിച്ചിട്ട് കൊന്നു, വേറൊന്നിനെ കഴുത്ത് തിരിച്ചു കൊന്നു. വീർത്താൻ കിട്ടിയ അല്ല, ഇതിനൊന്നും ഞാൻ ഒരു പൂച്ചയ്ക്കും വീട്ടു കൊടുക്കില്ല. കോഴീനെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. നല്ല പോലെ വീട്ടിൽ നല്ല അസലായിട്ട് വരട്ടി വെച്ച ആവും എന്താ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിവാദങ്ങൾക്കൊന്നും ഞാനില്ല. ഏത് വിവാദങ്ങൾക്ക് ഞാനില്ല. ഇവിടുത്തെ അവിടെ ടീച്ചർ, പ്രിൻസിപ്പാൾ ടീച്ചറും വാതിലടച്ചിട്ട് എന്താ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. പിന്നെ കുറെ പ്രകൃതി സ്നേഹിതർ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടില്. ഓ, നിലത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അവിടെ പുല്ല് ചവിട്ടി കേട് വരുത്തുന്നു നമ്മളൊക്കെ. എന്നിട്ട് ഇവന്റെ ഒക്കെ വീട്ടിലിരിക്കണം മരത്തിന്റെ തടി കണ്ടാണല്ലോ ഏറ്റവും നമ്മള്. കറണ്ട് ഇല്ലാണ്ട് വല്ല പരിപാടി നടക്കും നമ്മുടെ നാട്ടില്? നടക്കും വല്ല പരിപാടി കറണ്ട് ഇല്ലാണ്ട്? ഒന്ന് ആലോചിക്കും. പിന്നെ പ്രകൃതി സ്നേഹികളുടെ വലിയ വർത്താനം കേട്ട് കുറെ ബഹളം ഉണ്ടാക്കണല്ലോ, എവിടേക്കാണ്? എന്നിട്ട് അതിനെന്തെങ്കിലും മറുപടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തെറി, അവൻ ചെയ്യുന്നത് ന്യായം. ഇതെവിടെയാണ് ന്യായം? അത് ചോദിക്കുന്നു. നിങ്ങൾ നാട്ടുകാർ കുറെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. എന്ത് നോക്കിയിട്ടായിരിക്കണം നിങ്ങളൊക്കെ? നിങ്ങളൊക്കെ വായലെന്താണ് മറ്റേ കുണ്ട തിരികരിക്കാണ്? ചോദിക്കും നിങ്ങൾ അവരോട്. അല്ലാണ്ട് എന്റെ വർത്താനം മാത്രം കേട്ടിരുന്നാ പോരാ. ഇവിടെ വെറുതെ കൈയടിച്ച് പാസ്സാക്കിയിട്ട് കാര്യമില്ല, കാര്യങ്ങൾ അന്വേഷിക്കണം. നിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് നായകളെ, അത് മനസ്സിലാക്കുന്നു. വിഡ്ഢികൾ നമ്മൾ, പമ്പര വിഡ്ഢികൾ നമ്മൾ, ഗുണകൾ കേട്ടു മയങ്ങിയ മണ്ടന്മാർ, ജന്മം തുലച്ച കോന്തന്മാർ, ജന്മം തുലച്ച കോന്തന്മാർ. ഹലോ, അതെ പാർട്ടി ഓഫീസാണ്. ആ പറഞ്ഞോളൂ സാർ. ആ സാറ് ഒന്ന് പുറത്തുപോയി സാറേ. 5 മിനിറ്റ് ആയതേ ഉള്ളൂ. ആ ഫോൺ എടുക്കാൻ മറന്നുപോയിന്ന് തോന്നുന്നു. ആ ശരി, പറഞ്ഞേക്കാം. കാഞ്ഞാർ MLA വന്ന ഉടനെ സാറിനോട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തെറി വിളിക്കാനായിരിക്കും, അതിലും ഭേദം ചെയ്തോളണം. ഹലോ, അല്ല പാർട്ടി ഓഫീസ് അല്ല, സപ്ലൈകോ ചാനലിന്ന്. അങ്ങനെ എല്ലില്ലാതെ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറയും. അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നമ്മളാണ്. ഇതിപ്പോ നമ്മളെ പോലെയുള്ള പാർട്ടി പ്രവർത്തകർക്കും കൂടി ഇത് നാണക്കേടാ. ഇതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? കൊച്ചു കുട്ടികളാണെങ്കിൽ നമുക്ക് ശാസിക്കാം. ഇതിപ്പോ ശാസന തന്നെ കുറെ പ്രാവശ്യമായി. മുഖ്യനോട് ഞാൻ അന്നേ പറഞ്ഞതാ, ഇയാളുടെ പേര് മന്ത്രിയാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോൾ ഇത് ഭാവിയിൽ നമുക്ക് തലവേദനയാവും. അപ്പൊ മുഖ്യൻ പറഞ്ഞ എന്താ അറിയാമോ? ഇല്ല, ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല, അയാൾ സത്യം ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പൊ മുഖ്യനെ വിളിച്ചപ്പോ മുഖ്യന്റെ ഫോൺ ഓഫ്. ജനസംസാരം ഇതൊന്നുമല്ല. പാർട്ടിക്കും പാർട്ടി സെക്രട്ടറിക്കും കഴിവില്ലാത്തതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ അഴിഞ്ഞാറുന്നതെന്നാ പറയണേ. ഈ പറയുന്നവരിവിടെ വന്ന് സെക്രട്ടറി ആയിട്ട് ഇരിക്കട്ടെ, അപ്പൊ അറിയാം. ഹലോ, ശരി സാറേ, ശീതളൻ സാറ് താഴെ ഇട്ടിട്ടുണ്ട്. ഓ ഉണ്ണേ, എന്താ സാറേ? സാർ ആ വാതിൽ രണ്ടൊന്ന് തുറന്നു വെച്ചേക്കും, ശീതളം വരുന്നുണ്ട്. ഇനി അതെങ്ങാനും അടഞ്ഞു കിടന്ന അയാൾ പറയും ഇവിടെ മറ്റെന്തെങ്കിലും നടക്കണമെന്ന്. തുറന്നു വെക്കടോ. പോയി, അതൊന്ന് തുറന്നു വെച്ചേക്കും. ഹലോ, അല്ല പാർട്ടി ഓഫീസ് അല്ല, പറഞ്ഞില്ലേ സപ്ലൈകോ ആണെന്ന്. നിങ്ങൾ നമ്പർ നോക്കി വിളിക്കൂ. വീണ്ടും ചാനലിൽ നിന്നാ. ഒരു വലയിട്ട് ഇവിടെ നിന്ന് ചാകരല്ലേ, ഇഷ്ടംപോലെ കിട്ടുമല്ലോ. മറിമായം